ഹായ് ഗായ്സ്, ഇവിടെ കുറേ പുതിയ ആൾക്കാരുണ്ട് ആൻഡ് പലരുടെയും ഡൗട്ടാണ് ഞാൻ എങ്ങനെയാണ് കൊറിയയിൽ വന്നത് ആൻഡ് വാട്ട് ഐ ഡു നൗ. അപ്പോൾ നിങ്ങൾക്കും ആ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേ വിത്ത് മീ. ഞാൻ ഇവിടെ കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാമിനാണ് വന്നത്. ലാംഗ്വേജ് ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് ജോബ് നോക്കണം എന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ 5th ലെവൽ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിസ D4 D10 മാറ്റി, അതായത് ജോബ് സീക്കിംഗ് വിസ. ഈ വിസ വെച്ചിട്ട് എനിക്ക് 6 months ജോലി നോക്കാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു, ബട്ട് സംഹൗ ഐ ലോസ്റ്റ് ഇറ്റ്, സോ ഐ എം ജോബ്ലെസ് നൗ. എനിക്കൊരു ജോബ് വേണം ബിക്കോസ് ഓൾമോസ്റ്റ് എൻ്റെ പൈസയൊക്കെ തീർന്നു. ബട്ട് എനിക്ക് വരുന്ന ജോബ് ഓഫേഴ്സിലൊന്നും 50% പോലും ഞാൻ ഹാപ്പി അല്ലാത്ത കാരണം ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും കൊറിയയിൽ ജോലി കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്, അപ്പോഴാണ് അവളുടെ കണ്ടീഷൻസ്. ബട്ട് ദ തിങ് ഈസ്, ഒരു 9 വർഷം ജോലി ചെയ്ത ആളെന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ മെന്റൽ പീസാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് ഐ ഡു ഫ്രീലാൻസിങ്. പിന്നെ റെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ഇൻഷുറൻസ്, ഈ ഒരു ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരേ ഒരു ലക്ഷ്യം, അൺടിൽ ഐ ഫൈൻഡ് വാട്ട് ഐ റിയലി വോണ്ട് ടു ഡു. പിന്നെ നിങ്ങൾ കാണുന്ന ട്രിപ്സ്, ട്രീറ്റ്മെന്റ്സ് അതെല്ലാം സ്പോൺസേർഡ് ആണ്, ക്രിയേറ്റർ ബെനിഫിറ്റ്സ്. ആൻഡ് ഓണസ്റ്റ്ലി ചിലപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഐ ആം റിയലി ഹാപ്പി വിത്ത് വാട്ട് ഐ ഡു ആൻഡ് ഹൂ ഐ ആം നൗ. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ലൈഫ്. ഐ ഹോപ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്നു. സോ ബൈ.